സംഖ്യ ആയാലുള്ള ഗുണം അപാര തൊലിക്കട്ടിയായിരിക്കും. എന്ത് പച്ചക്കള്ളം വേണമെങ്കിലും എവിടെ വന്നിട്ടും പറയാൻ സാധിക്കും. ഇപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിൽ അമ്പലങ്ങൾ പൊളിക്കപ്പെടുന്നു. അവിടെ മുസ്ലിം പള്ളികളും ക്രിസ്ത്യൻ പള്ളികളും ഉണ്ടാക്കുന്നു എന്നൊരു സംഗിനി. ഇത് മാത്രമല്ല വേറെയും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവരുടെ വീഡിയോ കാണാം, അതിനുശേഷം ഓരോന്നായിട്ട് നമുക്ക് പൊളിക്കാം. Before I tell you what I'm going to tell you, I'm a Malayali too, okay? But it's God's own country. Huh? What the 100% literacy rate? What? Where are you literate? Where are you educated? If education was there and if 100% literacy rate was real, there wouldn't be conversions happening. Every day there is somebody or other person being converted in Kerala. Every day, man, that's what is happening every day. Okay, and why are temples removed and churches installed, mosques installed? Why? And why do you people, educated, literate people, why do you talk about secularism? Why? And what is it, God's own country? If it's God's own country, why aren't you giving Hindus some space as well? Why are you doing this religious discrimination? This is over. In this country, it's not happening anywhere. Why is it happening in Kerala? Hardcore happening in Kerala. Vandalizing properties. It's like Pakistan or Bangladesh. How they treat Hindus, that's exactly how these people in Kerala are treating Hindus now. Okay, that is pathetic. If your so-called educated, literate people can convert and think it's cool, why are your names still having the Hindu names, which was given to you during the birth? Huh? Why is it Sharath Jacob? Huh? Siddharth Matthew? Change that also, no? Change that also. Become Solomon. Why the fuck are you keeping your name Sharath like that? Why? This is just an example I'm giving. Why? If you think you can convert and that's peaceful, just for some petty things that government will give you, such a cheap behavior to do, okay? If you think that's cool, then might as well become Solomon and not stay Sanjay, okay? Idiots. Where? ഇതൊക്കെ എവിടെയാണ് നടക്കുന്നത്? Which Kerala you are talking about? Is there any other place named Kerala? I don't know. ഏതെങ്കിലും കേരളം എന്ന് പറഞ്ഞ ഏതെങ്കിലും സ്ഥലമുണ്ടോ? എനിക്കറിയില്ല. ഇവർ ഏത് കേരളത്തെ കുറിച്ചാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ എവിടെയാണ് നടക്കുന്നത്? നമുക്ക് ഇവർ പറയുന്ന ഓരോന്നായിട്ട് നോക്കാം. അതായത് ഇവർ പറയുന്നത് ഞാൻ മലയാളിയാണ്, നമ്മുടെ കേരളം ഗോഡ്സ് ഓൺ കൺട്രി ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുപോലെ 100% ലിറ്ററസി റേറ്റ്, അതും പറയാൻ പറ്റില്ല. കാരണം ലിറ്ററസി റേറ്റ് 100% ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവിടെ കൺവേർഷൻ നടക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റിലീജിയസ് കൺവേർഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇവർ റിലീജിയസ് കൺവേർഷൻ ഇവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഹിന്ദുസിനെ മുസ്ലിംസിലേക്കും അല്ലെങ്കിൽ ഇസ്ലാമിലേക്കും അതുപോലെ ക്രിസ്ത്യാനിറ്റിയിലേക്കും മാറ്റുന്നു എന്ന കാര്യമാണ് ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത്. ഇവിടെ ഹെഡിങ്ങിൽ കൃത്യമായി പറയുന്നുണ്ട്. അതായത് പീപ്പിൾ ആർ ലിറ്ററലി പെയ്ഡ്, ബ്രെയിൻ വാഷ്ഡ് ആൻഡ് മാനിപ്പുലേറ്റഡ് ബൈ ദ കൺവേർഷൻ മാഫിയ. കൺവേർഷൻ മാഫിയ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പണം കൊടുക്കുന്നുണ്ട്, പെയ്ഡ്, അതുപോലെ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കൺവേർഷൻ നടത്തുന്നു എന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇവിടെ എവിടെയാണ് ഈ കൺവേർഷൻ മാഫിയ ഉള്ളത്? ഒന്ന് കാണിച്ചു തരുമോ? ഇസ് ദർ എനി എവിഡൻസ്? എന്തെങ്കിലും തെളിവുണ്ടോ? അതുപോലെ ഇവർ പിന്നീട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഡെയിലി ഈ കൺവേർഷൻ, അതായത് റിലീജിയസ് കൺവേർഷൻ നടക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നീട് പറഞ്ഞുള്ളതാണ് അമ്പലങ്ങൾ പൊളിച്ചു നീക്കി അവിടെ മുസ്ലിം പള്ളികളും അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളികളും കൊണ്ടുവരുന്നു. അതായത് ഇൻസ്റ്റാളിംഗ് മോസ്ക് ഓർ ചേർച്ചസ് എന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, അതുപോലെ മറ്റൊരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇവർ പറയുന്നത്. കേരളത്തിലുള്ള ഹിന്ദുക്കളെ ട്രീറ്റ് ചെയ്യുന്നത്, പരിഗണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമുള്ള ഹിന്ദുക്കളെ അവരെങ്ങനെയാണോ പരിഗണിക്കുന്നത് അതുപോലെയാണ് കേരളത്തിലുള്ള ഹിന്ദുക്കളെ പരിഗണിക്കുന്നത് എന്നാണ് ഇവൾ പറഞ്ഞിട്ടുള്ളത്. ഏത് കേരളത്തെ കുറിച്ചാണ് ഇവൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവളുടെ ഈ വീഡിയോന്റെ അടിയിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഹിന്ദുക്കൾ എന്ന് പറയാൻ കേരളത്തിലുള്ള ആളുകൾക്ക്, കേരളത്തിലെ ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് നാണക്കേടാണ്. എന്നാൽ അവിടെ മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ എന്നൊക്കെ പറയുന്നത് ഒരു അഭിമാനമാണ്, ഹിന്ദു എന്ന് പറയുന്നത് നാണക്കേടാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുക, അതാണ് ഇവരുടെയൊക്കെ അജണ്ട. അതായത് കേരളത്തിലെ ഹിന്ദുക്കൾ സുരക്ഷിതരല്ല എന്ന് വരുത്തി തീർക്കുക. അല്ലാതെ കേരളത്തിൽ എവിടെയാണ് ഇത് ഉള്ളത്? എവിടെയെങ്കിലും ഒരു സ്ഥലം ഒന്ന് കാണിച്ചു തരാൻ സാധിക്കുമോ? അതിനുശേഷം ഇവർ പറഞ്ഞിട്ടുള്ളത് കൺവേർഷനെ കുറിച്ച് കൂടുതലായിട്ട് പറയാണ്. അതായത് നെയിമിനെ കുറിച്ചാണ് പറഞ്ഞത്, പേരിനെ കുറിച്ച്. അതായത് ചില ആൾക്കാർ കൺവേർട്ട് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് നെയിം ആയിട്ട് ഹിന്ദു നെയിം എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നോൺ ഹിന്ദു നെയിം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതായത് ഇവർ കൺവേർട്ട് ചെയ്യുന്നത് പ്രധാനമായിട്ടും എന്താണ്? ഗവൺമെന്റിന്റെ ചില ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം, അതിനുവേണ്ടി മാത്രമാണ് ഇവർ കൺവേർട്ട് ചെയ്യുന്ന, റിലീജിയൻ മാറുന്നേ എന്നൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ, ഇതൊക്കെയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഇവർ പറഞ്ഞ ഓരോന്നായിട്ട് പൊളിക്കാം. അതായത് ഈ ഹിന്ദു ടെമ്പിൾ, അതായത് ഹിന്ദു അമ്പലങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? തകർത്തിട്ട് മുസ്ലിം പള്ളികളോ അല്ലെങ്കിൽ ചർച്ചസോ ആക്കി മാറ്റിയിട്ടുണ്ട് എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ ഗൂഗിളിനോട് ചോദിച്ചു നോക്കി,
അപ്പം നോ മെയിൻ സ്ട്രീം ഹിസ്റ്ററി ഓർ ആർക്കിയോളജിക്കൽ പ്രൂഫോ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം ഹിസ്റ്ററീസിലോ ഒന്നും ഇങ്ങനെ ഒരു സംഭവം പറ്റില്ല. അതായത് ടെമ്പിൾ പൊളിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കേരളത്തിൽ ഏതെങ്കിലും ടെമ്പിൾ പൊളിച്ചിട്ട് അവിടെ പള്ളിയാക്കി മാറ്റുകയോ അല്ലെങ്കിൽ ചേർച്ചാക്കി മാറ്റുകയോ അങ്ങനെയൊന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ കുറെ റൂമേഴ്സ് ഉണ്ട്. അതായത് ഇപ്പൊ കേട്ടില്ലേ അവർ പറയുന്നത്, അതുപോലത്തെ റൂമേഴ്സ് ഉണ്ട്, വൈറൽ വീഡിയോസ് ഉണ്ട്. പക്ഷെങ്കിൽ അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പൊളിച്ചിട്ടുണ്ട്. അതായത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞില്ല. എന്നാൽ അതേസമയം റോയൽ പാട്രോണേജസ് ഉണ്ട്. അതായത് ഏൻഷ്യൻ റൂളേഴ്സ് ഓഫ് കേരളത്തിലുള്ള ഏൻഷ്യൻ റൂളേഴ്സ് ഉണ്ടായിരുന്ന ചേരാസ്, അതുപോലെ അതിനുശേഷമുള്ള റൂളേഴ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ലാൻഡും അതുപോലെ ഫണ്ട്, പൈസയും സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഹിന്ദു ടെമ്പിളിനും, അതായത് അമ്പലത്തിനും കൊടുത്തിട്ടുണ്ട്, മുസ്ലിങ്ങളുടെ പള്ളിക്കും കൊടുത്തിട്ടുണ്ട്, ക്രിസ്ത്യൻസിന്റെ പള്ളിക്കും കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് ഒരു ഹാർമണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, എല്ലാവരും നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നു. പണ്ടത്തെ ആളുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു കോൺട്രവേഴ്സി ഉള്ളത് ചേരമാൻ ജുമാ മസ്ജിദ് ആണ്. പക്ഷേ ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് കേരള പ്ലേസ് ഓൾഡ് ചർച്ച്, അതായത് ഒന്നെങ്കിൽ പള്ളിയായിരിക്കും അല്ലെങ്കിൽ ഓൾഡ് ചർച്ച് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെയും ഇതൊരു എന്താ പറയുക, ആ സമയത്തുള്ള, അതായത് റീജിയണൽ ഇൻഡിജീനിയസ് ടെമ്പർ ആൻഡ് റൂഫ് ആർക്കിടെക്ചർ ആണ്, ആ ഒരു സ്റ്റൈലിൽ വന്നുകൊണ്ടാണ്. പക്ഷെ ഇതിൽ ശരിക്കും ഒരു എന്താണ് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതായത് ആ ഒരു ആർക്കിടെക്ചറിന്റെ സ്റ്റൈലിൽ വന്നിട്ടുള്ള ഒരു പ്രശ്നം കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. അതായത് അങ്ങനെ ഒരു കോൺട്രവേഴ്സിന്റെ കാര്യം ഇല്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ഫോഴ്സ്ഫുൾ കൺവേർഷൻ, അതായത് ഇവർ പറയുന്ന ഈ പെയ്ഡ് അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഭീഷണിപ്പെടുത്തിയിട്ടോ അങ്ങനെയൊക്കെ കൺവേർഷൻ നടക്കുന്നുണ്ടോ? ഒഫീഷ്യൽ ഗവൺമെന്റ് റെക്കോർഡ് പ്രകാരം കേരള ഗസറ്റിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, മാസ് അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ഡെയിലി കൺവേർഷൻ ഓഫ് ഹിന്ദു ടു മുസ്ലിം ഓർ ഇസ്ലാം ഓർ ക്രിസ്ത്യാനിറ്റി ആർ എ പൊളിറ്റിക്കൽ മിത്ത് മാത്രമാണ്. അതായത് ഡാറ്റ സപ്പോർട്ട് ചെയ്യുന്ന ഡാറ്റാസ് ഒന്നുമില്ല. അതായത് ഫോഴ്സ് ചെയ്തിട്ട് ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട്, ഹിന്ദുക്കളെയൊക്കെ ഇസ്ലാമിലേക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിലേക്കോ ചെയ്യുന്നു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. കൃത്യമായി പറയുന്നത് എന്താ പറയുക, ലീഗൽ റിലീജിയസ് ചേഞ്ചസ് കേരളത്തിൽ നടക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. ഓൾ ഡയറക്ഷൻസിൽ, എല്ലാ ഡയറക്ഷനിലും, അതായത് ഹിന്ദുയിസത്തിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, മുസ്ലിം ആവുന്നുണ്ട്, മുസ്ലിം നിന്നും ഹിന്ദുയിസത്തിലേക്ക് പോകുന്നുണ്ട്, അതുപോലെ ക്രിസ്ത്യൻസിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നുണ്ട്. ഓക്കെ, അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ ഫ്രീക്വന്റ്ലി റെക്കോർഡ് നോക്കി കഴിഞ്ഞാൽ ഹിന്ദുയിസത്തിൽ നിന്നും പോകുന്നതാണ്, കൺവേർട്ട് ചെയ്യുന്നതാണ് കൂടുതലുള്ളത്. ഓക്കെ, പക്ഷെ ഈ പറയുന്ന പോലെ ഡെയിലി ബേസിസിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫോഴ്സ് ആയിട്ടുള്ളോ അല്ലെങ്കിൽ ഒരു മാഫിയ അങ്ങനെയുള്ള ഒരു സംഭവമൊന്നുമില്ല. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇവിടെ ഒരു മാസ് കൺവേർഷൻ ഒന്നും നടക്കുന്നില്ല. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. NIA, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി 2017 ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതായത് കേരളത്തിൽ ഒരു മാസ് കൺവേർഷൻ നടത്തുന്നുണ്ടോ അല്ലെങ്കിൽ ഇവിടെ ഒരു കൺവേർഷൻ മാഫിയ ഉണ്ടോ എന്നൊക്കെ അവർ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ റിപ്പോർട്ട് പ്രകാരം അവർ 2017 പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അങ്ങനെയുള്ള ഒരു സംഭവത്തെ കുറിച്ചുള്ള ഒരു എവിഡൻസും അവർക്ക് NIAക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞാണ് അവർ കേസ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതായത് അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പോൾ എവിടെ നിന്നാണ് തെളിവ് കിട്ടുക? ഓക്കെ, അതിനുശേഷം ഇവർ പറയുന്നത്, അതായത് ഇവർ പറഞ്ഞതിന്റെ റീസൺസ്, അതായത് കൺവേർഷന്റെ റീസൺ ഒന്ന് ഇന്റർഫെയ്ത്ത് മാരേജസ് ആണ്. അതായത് കല്യാണം കാരണം, അതായത് കല്യാണം രണ്ട് മതസ്ഥർ തമ്മിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരാൾ മറ്റുള്ള മതത്തിലേക്ക് മാറും. അങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഓക്കെ, അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സ് ആണ്. അതുപോലെ കാസ്റ്റ് ആൻഡ് റിസർവേഷൻ സ്റ്റാറ്റസ്, അവർ പറഞ്ഞ പോലെ റിസർവേഷൻ സ്റ്റാറ്റസിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കാസ്റ്റും ഇതൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ശരി തന്നെയാണ്. ഓക്കെ, അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് ദളിത് ക്രിസ്ത്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ച് ഹിന്ദുയിസത്തിലേക്ക് വരുന്നുണ്ട് എന്നൊരു സംഭവമാണ് ഡാറ്റാസ് പ്രകാരം വരുന്നത്. ഓക്കെ, അതുപോലെ പേഴ്സണൽ ചോയ്സ്, ഒരു ഇൻഡിവിജ്വലിന്റെ സ്പിരിച്വൽ ചോയ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് ആ മതം ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ ആ മതത്തിലേക്ക് മാറുന്നു, അങ്ങനെ മാറുന്ന ആളുകളുണ്ട്. പക്ഷെ അങ്ങനെ മാറുന്നത് ചുരുക്കം ചിലർ മാത്രമാണ് എന്ന് അക്കോർഡിംഗ് ടു റിപ്പോർട്ട്സ്. ഓക്കെ, റിപ്പോർട്ടുകൾ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇനി ഇവരുടെ ഒരു വീഡിയോ കൂടിയുണ്ട്, നമുക്കത് കാണാം. അതായത് ഇവരിപ്പോൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഹിന്ദുക്കൾക്ക് കേരളത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല എന്ന രീതിയിലാണ് ഇവൾ ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്നാൽ അതിനെ പൊളിക്കുന്ന വീഡിയോ അവൾ തന്നെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്നല്ലേ ആ വീഡിയോ നമുക്ക് കാണാം. How is something like this okay? How is something like this okay? And places like Meesho, I don't even know if on Amazon or something else also it's available, but in Meesho, this is being sold. This is being sold on Meesho. First of all, how is this thing even okay to be there, out there, like this? What do you want to prove by something like that? That Hindus, Muslims and Christians live peacefully in a community? But that is not the reality. Why are you portraying the religions fake? Why are you doing it by using the gods? Why? And why is it okay? Why is it being sold? And why is nobody having a problem about this? Don't people know that something like this exists? This is not acceptable. We do not want secularism. Okay? This is disgusting. As a Hindu, I do not
want Ganesh ji involved in that frame. Really, that is so disrespectful. Okay, because Hindus are being targeted anyways, and the kind of shit Hindus go through, that picture is a fake portrayal of religion by people, and that is like next level brainwash. Okay, next level brainwash. കണ്ടില്ലേ, ഇവളുടെ മനസ്സ് കണ്ടില്ലേ? ആ ഒരു പിക്ചറിൽ പോലും അവൾ അവിടെ കണ്ടുപിടിച്ചു. ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, എന്തിനാണ് അങ്ങനെ ഒരു സംഭവം, അതായത് ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യൻസിന്റെയും ഒക്കെ സിംബൽസ് അല്ലെങ്കിൽ ദൈവങ്ങളെ അല്ലെങ്കിൽ ആ ഒരു സിംബൽസ് അല്ലെങ്കിൽ ഡൈറ്റീസ് അവരെന്തിനാണ് ഒരുമിച്ച് വെക്കുന്നത്, സിംഗിൾ ഫോട്ടോയിൽ വെക്കുന്ന കാര്യം എന്താണ് എന്നാണ് ചോദിച്ചിട്ട്. അതായത് ഓക്കെ, അതിനുശേഷം പറഞ്ഞുള്ളത് ഇത് ഫേക്ക് സെക്യുലറിസം ആണ്. അതായത് ഇവിടെ അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും ഒക്കെ പീസ്ഫുൾ ആയിട്ട് സമാധാനപരമായിട്ടാണ് ജീവിക്കുന്നത് എന്ന് കളവ് പറയുന്നതാണ്, അതല്ല റിയാലിറ്റി എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതിനുശേഷം ഇതൊരു ഫേക്ക് പോർട്രയൽ ആണ്. അതുപോലെ തന്നെ എന്താണ്, വി ഡോണ്ട് വാണ്ട് സെക്യുലറിസം എന്നാണ് പറഞ്ഞത്. സെക്യുലറിസം വേണ്ട എന്നാണ് പറഞ്ഞത്. അവസാനം പറഞ്ഞത് ഇതൊരു ഹിന്ദുവിനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നതാണ്, ഡിസ്റെസ്പെക്ട്ഫുൾ ടു ദി ഇൻക്ലൂഡ് ലോർഡ് ഗണേഷ്. ലോർഡ് ഗണേഷിനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നതിന് തുല്യമാണ് ഇങ്ങനെ വെക്കുന്നത്, ഇതൊരു ബ്രെയിൻ വാഷ് ആണ് എന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഒരു ഫോട്ടോ ഇത് ഇന്നും ഇന്നലെയും അല്ല ഇവിടെ കാണാൻ തുടങ്ങിയിട്ടുള്ളത് കേരളത്തിൽ. നീ പറയുന്ന അതായത് ഹിന്ദുക്കൾക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന ഇതേ കേരളത്തിൽ ഈ ഫോട്ടോ ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല, വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള ഫോട്ടോസ് ആണ്. അങ്ങനെ ഹിന്ദുക്കൾക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കില്ലെങ്കിൽ ഈ 3 ഫോട്ടോസ്, വെറും ഈ ഫോട്ടോ നീ പറഞ്ഞിട്ടുള്ളത് മീഷോയിൽ വിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ വിൽക്കപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, ആൾക്കാർ വാങ്ങിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആൾക്കാർ ഇത് വാങ്ങിക്കുന്നതും നമ്മൾ കൂടുതൽ ഇത് കാണാറ് ബസ്സുകളിലാണ്, അതുപോലെ ഹോട്ടൽസിൽ ഒക്കെ ഈ ഫോട്ടോസ് നമ്മൾ കാണാറുണ്ട്. എവിടെയെങ്കിലും ഏതെങ്കിലും മതസ്ഥർ, ഹിന്ദു ആവട്ടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആവട്ടെ അല്ലെങ്കിൽ മുസ്ലിം ആവട്ടെ, ഏത് മതസ്ഥരും ഏതെങ്കിലും ഒരു മതസ്ഥർ ഈ ഫോട്ടോ കണ്ടിട്ട് എവിടെയെങ്കിലും ഒരു പ്രശ്നമാക്കിയിട്ട് തനിക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒരു റിപ്പോർട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അതായത് നീ പറഞ്ഞുള്ള ഇവിടെ പീസ്ഫുൾ ആയിട്ടാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് ഒക്കെ നടക്കുന്നത്. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സംഘികൾ മാത്രമാണ്. ഓക്കെ, അവർക്കാണ് ഇത് കാണുമ്പോൾ കുരുപൊട്ടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നീ പറഞ്ഞുള്ളത് ഹിന്ദുക്കൾക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല എന്നാണ്. ഹിന്ദുക്കൾക്ക് അങ്ങനെ ഇവിടെ ജീവിക്കാൻ സാധിക്കില്ലെങ്കിൽ ഈ ഒരു ഫോട്ടോയിൽ, അതായത് നീ ഇപ്പോൾ വെച്ചിട്ടുള്ള ഫോട്ടോയിൽ 3 മതസ്ഥരുടെയും സിംബിൾസ് അല്ലെങ്കിൽ ഡൈറ്റീസിനെയാണ് അവിടെ വെച്ചിട്ടുള്ളത്. അത് 3 എങ്ങനെയാണ് ഒരുമിച്ച് വെക്കാൻ പറ്റുക? വെക്കാൻ പറ്റില്ല. കാരണം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കൾ ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നല്ല നീ പറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ. അങ്ങനെ വരുമ്പോൾ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ അവിടെ പ്രശ്നം ഉണ്ടാക്കില്ലേ? പക്ഷേ കേരളത്തിൽ ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ്? അതായത് നീ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് നീ തന്നെ നിന്റെ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me, and stay tuned for another video. Okay, thank you.